പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ജൂൺ മാസം 6-ാം തീയതി മാസാദ്യ വെള്ളിയാഴ്ച. ഈശോയുടെ തിരുഹൃദയത്തെ പ്രത്യേകം ധ്യാനിക്കാം. ആ തിരുഹൃദയത്തിലെ തിരുരക്തത്താൽ നമ്മെ ഓരോരുത്തരെയും കഴുകി പൂർണ്ണമായിട്ടും വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തോട് ചേർന്ന് ജീവിക്കാൻ വേണ്ട കൃപ നൽകി ഇന്ന് ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മത്തായി സുവിശേഷം 24-ാം അധ്യായം 11-ാം വചനം ധ്യാനിക്കാം. നിരവധി വ്യാജ പ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴിതെറ്റിക്കും. തിരുസഭയാകുന്ന അമ്മയോട് വിശ്വസ്തത പുലർത്തി ചേർന്ന് നിന്ന് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ധ്യാനിക്കേണ്ട ഒരു ദിവസം. സത്യമേതെന്ന് സാധാരണക്കാരന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം വചനത്തെ വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ച് തെറ്റിദ്ധരിപ്പിച്ച് അനേകരെ സത്യവിശ്വാസത്തിൽ നിന്നും വ്യതിചലിപ്പിക്കുന്നവരെ ധാരാളമായി ഇന്ന് കാണുന്നു. വിശ്വാസയോഗ്യമായ അടയാളങ്ങളും തെളിവുകളും നിരത്തിക്കൊണ്ടാണ് ഇത്തരം പ്രസ്ഥാനങ്ങൾ പ്രത്യക്ഷപ്പെടുക. സഭയിലുള്ള കുറ്റങ്ങളും കുറവുകളും അവർ ചൂണ്ടിക്കാണിച്ചെന്നിരിക്കും. പക്ഷേ കുറവുകളില്ലാത്ത കർത്താവിനെ മാത്രം നോക്കി തിരുസഭയാകുന്ന അമ്മയുടെ നെഞ്ചോട് പറ്റിച്ചേർന്നിരിക്കാൻ നമുക്ക് സാധിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പാറമേൽ പണിത ഭവനം പോലെ ക്രിസ്തീയ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും തിരുസഭയിൽ നിന്നും അകന്നുപോയവർ സഭാ കൂട്ടായ്മയിലേക്ക് തിരിച്ചു വരുവാനും ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.